ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യൽ കാരാബാത്ത് ഉണ്ടാക്കാം. കൂടെ കഴിക്കാൻ ഒരു ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ സൂചി റവയാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. റോസ്റ്റഡോ അല്ലാത്തതോ എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒരു മണത്തിന് വേണ്ടിയിട്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് കടുകാണ്. ഏകദേശം 1 ടീസ്പൂണോളം ചേർക്കാം. പിന്നാലെ തന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർക്കാം, അതും 1 ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി പരിപ്പുകളുടെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കശുവണ്ടി പരിപ്പാണ്. സ്പ്ലിറ്റ് ചെയ്തത്. അത് 10-12 എണ്ണം വേണമെങ്കിൽ എടുക്കാം. ശ്രദ്ധിച്ചോ, നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ നിറമെല്ലാം നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് മതി, കറിവേപ്പില ഒരു തണ്ട് മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് സൂചി റവയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ റവ ഒക്കെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടണം. ഒരുപാടങ്ങ് നിറം മാറുമൊന്നും വേണ്ട. ഒരു ഏകദേശം 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൊത്തിയരിഞ്ഞതോ നീളത്തിലരിഞ്ഞതോ ആവാം. അതിന് പുറകെ തന്നെ വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളി, സവാള ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് സോഫ്റ്റായാൽ മതി, മുരിച്ചെടുക്കൊന്നും വേണ്ട. നന്നായിട്ട് സോഫ്റ്റായ ഉള്ളിയിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ആണ്. ആദ്യം ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ്. അതിന് പിന്നാലെ ബീൻസ്, അതും ഒരു 1/2 കപ്പ്. വട്ടത്തിലരിഞ്ഞതാണ്, വേറെ ഷേപ്പിലൊന്നുമല്ല. എല്ലാം ഒരേ ഷേപ്പിൽ കിടക്കട്ടെ വിചാരിച്ചിട്ടാണ്. അതിന് പിന്നാലെ ഫ്രോസൺ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റുള്ള പട്ടാണി വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടെന്ന് മാത്രം. ഫ്രോസൺ പീസാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ കുറേ നേരം കഴിയും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വയ്ക്കാം. ലിഡ് വെച്ച് അടച്ച് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് കണ്ടില്ലേ, തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് തവി കൊണ്ട് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന 2 ഇൻഗ്രീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് കായത്തിൻ്റെ പൊടി. രണ്ടാമത്തേത് സാമ്പാർ പൊടി. സാമ്പാർ പൊടി നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി. ഇതില്ലാതെ ആരും ഈ കാരാബാത്ത് ഉണ്ടാക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സാമ്പാർ പൊടി മസ്റ്റാണ് ഇതിന്. രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 1 കപ്പ് സൂചി റവയാണ്. അതിന് 3 ഇരട്ടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കണം. ഇതാ ഇപ്പം വെട്ടി തിളയ്ക്കുന്നത് പോലെ 5-10 സെക്കൻഡ് നേരം അങ്ങനെ വെട്ടി തിളയ്ക്കട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സൂചിയാണ്. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. പതുക്കെ പതുക്കെ ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതിന് കൂടെ തന്നെ ഇളക്കിയും കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണേ. ഫ്ലെയിം താഴ്ത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സൂചി വെള്ളം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ജ്യൂസ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം അടച്ചു വെക്കണം. ഒരു 1 to 2 മിനിറ്റ്സ് മാത്രം അടച്ചു വെച്ചിരുന്നാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞ് ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരാബാത്ത് റെഡിയാണ്. ഇവിടെ വേറൊരു കാര്യം പറയാം. എനിക്ക് കർണാടകയിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കഴിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ കട്ടി കൺസിസ്റ്റൻസിയിൽ ആണ് കഴിക്കാൻ ഇഷ്ടം. ഇനി ആർക്കെങ്കിലും ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വെള്ളം കൊടുത്തില്ലേ, 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം, അത് 4 കപ്പ് വെള്ളം എന്ന് ആക്കിയാൽ മതി. ആരും പോവല്ലേ, ഒരു ചെറിയ ചട്നിയും കൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പൊട്ടുകടല ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി ഒരു 4-5 എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്, എരിവുള്ളതാണ്, പിന്നെ കുറച്ച് മല്ലിയില, പാകത്തിന് ഉപ്പും, ഇത്രയും എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരയ്ക്കാം. ഇതേപോലെ ഒരു ചെറിയ താളിപ്പും കൂടെ. താളിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കാം, അതിന് പിന്നാലെ ഉഴുന്നുപരിപ്പ് ചേർക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നാലെ തന്നെ കറിവേപ്പില ഒരു തണ്ട് ചേർക്കാം. എന്നിട്ട് ഇത് നേരെ ചട്നിയിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കാരാബാത്തും റെഡിയാണ്, കൂട്ടി കഴിക്കാനുള്ള ചമ്മന്തി റെഡിയാണ്. ഇനി ഒന്ന് ചെറുതായിട്ട് പ്ലേറ്റ് ചെയ്യാം. എല്ലാവരും കാണണേ. ഇതിനെ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ വീട്ടിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് പകരം കാരാബാത്ത് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.